Hi students, welcome to Competitive Cracker. നോക്കി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പോളിറ്റി ബേസ്ഡ്, അത് പ്രിലിംസ് ആയാലും കുഴപ്പമില്ല, മെയിൻസ് ആയാലും കുഴപ്പമില്ല, അതിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പോൾ ഏതാണ് മോഡ്യൂൾ? സെന്റർ സ്റ്റേറ്റ് റിലേഷൻ അല്ലേ? അപ്പോൾ മോഡ്യൂൾ 4 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം പ്രിലിംസിൽ എത്ര മാർക്കുണ്ട്? 5 മാർക്സ് ഉണ്ട് അല്ലേ പോളിറ്റിയുടെ. മെയിൻസിലോ 12 മാർക്ക് പ്ലസ് 8 മാർക്ക്, അപ്പോൾ 20 മാർക്സ്. അപ്പോൾ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടോപ്പിക് പോളിറ്റിയുടെ. അതല്ലാതെയും വേറെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും പോളിറ്റിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് നോക്കാം, പ്രിലിംസ് പ്ലസ് മെയിൻസിലും ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ ചോദിക്കാം, എത്ര ഡെപ്ത് ചോദിക്കാം, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, അത് ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം സംഭവം. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിന്റെ പേരെന്താ? സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്. See the first question. The Parliament of India acquires the power to legislate. അപ്പോൾ ഓൾറെഡി സെൻട്രൽ അവർ ലെജിസ്ലേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? The Parliament of India acquires the power to legislate on any item in the state list. കണ്ടോ? അപ്പോൾ they are legislating something in the state list. എങ്ങനെയാണ്? In the national interest, if a resolution to that effect is passes by whom? അപ്പോൾ ദേ ആർ മേക്കിംഗ് സംതിങ് റിഗാർഡിംഗ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. എങ്ങനെ അവർക്ക് എങ്ങനെ സാധ്യമാണ്? ലോക്സഭ ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പർഷിപ്പ് ആണോ, അതോ ലോക്സഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പർഷിപ്പ് ആണോ, അതോ രാജ്യസഭ ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പർഷിപ്പ് ആണോ, അതോ രാജ്യസഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണോ? ശരിക്കും ടോപ്പിക് എന്താ? സെന്റർ സ്റ്റേറ്റ് റിലേഷൻ, അല്ലെങ്കിലോ ഫെഡറൽ എന്ന് പറയാം. ചില കാര്യങ്ങളിൽ സെന്റർ നോക്കും, ചില കാര്യങ്ങളിൽ സ്റ്റേറ്റ് നോക്കും, ചില കാര്യങ്ങൾ ഒരുമിച്ച് നോക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്? സെന്റർ ഈസ് ലെജിസ്ലേറ്റിംഗ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. പേര് കണ്ടോ? ഇൻ ദ നെയിം ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. എങ്ങനെയാ സാധ്യമാവുന്നത്? അതാണ് ആൻസർ ഡി. ഇഫ് രാജ്യസഭ ബൈ എ മെജോറിറ്റി ഓഫ് എത്രയാണ്? നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താണ്? The Parliament of India acquires the power to legislate on any item in the state list in the national interest if a resolution to that effect is passes by Rajya Sabha. എത്ര മെജോറിറ്റി വേണം? 2/3 മെജോറിറ്റി വേണം ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ 1 ആൻസർ ഈസ് ഡി. ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാം, ചിലപ്പോൾ ആർട്ടിക്കിൾസും ചോദിക്കാമല്ലോ. കണ്ടോ? ആൻസർ എത്രയാ? ഡി തന്നെയാണ്. അത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 249. അപ്പൊ എന്ത് പഠിക്കുമ്പോഴും ആർട്ടിക്കിൾസ് നോക്കണേ, സെൻട്രൽ സ്റ്റേറ്റിന്റെ, പ്ലസ് സ്റ്റേറ്റ്മെന്റ് നോക്കണം, പ്ലസ് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ സെന്ററിന് ഇടപെടാൻ പറ്റുമോ? ചില സമയത്ത് പാടില്ല, ചില സമയത്ത് അവർ ഇടപെടുന്നുണ്ട് അല്ലേ? അതാണ് ആർട്ടിക്കിൾ 249. അപ്പൊ ഇറ്റ് ക്യാൻ ബി ആസ്ഡ് ഇൻ പ്രിലിംസ് ഓൾസോ, ഡെഫിനറ്റ്ലി ദിസ് ക്യാൻ ബി ആസ്ഡ് ഇൻ മെയിൻസ് ഓൾസോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഫിനാൻസ് കമ്മീഷൻ അല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എല്ലാ 5 വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 280 ഡീൽസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് തന്നെ ഒരു ട്രിക്കിയാണ്. ആർട്ടിക്കിൾ 280 ഡീൽസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. അത് ശരിയാണോ? അത് തെറ്റാണ്. നോർമലി നമ്മൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പഠിക്കുമ്പോൾ എന്താ പഠിക്കുന്നത്? അത് ശരിയാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 280 തന്നെയാണ്. ബട്ട് അത് പ്രസിഡന്റ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫിനാൻസ് കമ്മീഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. അത് 280 ആണോ? അല്ല. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. മെയിൻസിൽ നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ശരിയാണെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യും. സീ ദ വേർഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 281. പ്രിലിംസ് ആണെങ്കിലും നോർമൽ എക്സാം ആണെങ്കിലും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് എക്സാംസ് ഇതുപോലത്തെ ചില ട്രിക്കി സാധനങ്ങൾ കയറി വരും. ഇത് ടഫ് അല്ല. ഇവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കറക്കുന്നത്? അതാണ് ചോദിക്കാറ്. അപ്പോൾ ആർട്ടിക്കിൾ 280 ഡീൽസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ എന്ന് കണ്ടാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ഏതാണ് റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ? 281. ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്ത നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഇസ് മേക്കിംഗ്
recommendations on the distribution of financial resources between the union and the state government. അത് ശരിയല്ലേ? വാട്ട് ഇസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ? ഇത്ര ശതമാനം സെൻട്രലിന്റെ കാശ് ഉണ്ടെങ്കിൽ അതിൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിന് എത്ര കൊടുക്കണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ലാംഗ്വേജും ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസും ഒരുവിധം സെയിം അല്ലേ? അപ്പൊ ഇത് ശരിയാണ്. ക്ലിയർ? നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ envisages the finance commission as what? The balancing wheel of fiscal federalism in India. കണ്ടോ? ഇറ്റ് ആക്ട്സ് എസ് എ ബാലൻസിങ് വീൽ, അല്ലെങ്കിലോ ഒരു മീഡിയേറ്റർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ടോപ്പിക് എന്താണ്? സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാലൻസിങ് വീലായിട്ട് ആരാ വരുന്നത്? ആരാണ്? ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ആ വായിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ? ഡെഫിനറ്റ്ലി ഇറ്റ് ആക്ട്സ് എസ് എ ബാലൻസിങ് വീൽ അല്ലേ? ഇത്രയും കാശ് സെന്റർ സ്റ്റേറ്റിന് കൊടുക്കണം, സ്റ്റേറ്റ് ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നോട്ട് കറക്റ്റ് ആണോ അതോ ട്രൂ ആണോ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 തെറ്റാണ്, y തെറ്റാണ്, നമ്മളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2ഉം 3ഉം ശരിയാണ് അല്ലേ? അപ്പൊ ആൻസർ സി ആണ് വരേണ്ടത്. ആൻസർ ഈ സി, 2 and 3 only. നോക്കട്ടെ അതാണോ? ശരിയാണ്. പ്ലസ് എക്സ്പ്ലനേഷൻ എന്താ? Article 281 deals with recommendation of the Finance Commission. ബട്ട് പഠിത്തം കഴിഞ്ഞോടാ ഇവിടെ? ഇല്ല. ഇനിയും നിങ്ങൾ ചിന്തിക്കണം. പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫിനാൻസ് കമ്മീഷൻ ഫോർ ഹൗ മെനി ഇയേഴ്സ്? 5 years. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? കണ്ടോ, ഇതൊന്നും ഞാൻ ഇവിടെ തന്നിട്ടില്ല. ബട്ട് ഒരു സീരിയസ് ആസ്പിരന്റ് പഠിക്കുമ്പോൾ അങ്ങനെ മാത്രമേ പഠിക്കാവൂ, അല്ലാതെ കിട്ടിയ ക്വസ്റ്റ്യൻസ് മാത്രം കൊണ്ടിരിക്കരുത്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു ചെയർമാൻ കാണും, കൂടെ 4 പേരും കൂടെ കാണും. അപ്പൊ ടോട്ടൽ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ എന്ന് വെച്ചാലോ 5 members. ബട്ട് ഇത് മെയിൻസ് എക്സാം ആണ്, പിന്നെയും ചിന്തിക്കണം. ഇത് ഈസി അല്ലേ? വേറെ എന്ത് ചോദിക്കാം? ഒരു ചെയർമാൻ ആവണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ത് വേണം? അപ്പൊ പബ്ലിക് ഫിനാൻസിനെ പറ്റി നോളേജ് വേണം. അപ്പൊ അതായി. ബാക്കി 4 പേർക്കോ? ഒരു ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം, ഫിനാൻസിനെ പറ്റി ഒരു അറിവ് വേണം, അഡ്മിനിസ്ട്രേഷനെ പറ്റി ഒരു നോളേജ് വേണം, പ്ലസ് എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. കണ്ടോ, അങ്ങനെ 4ഉമായി പ്ലസ് പബ്ലിക് അഫയേഴ്സുമായി. ഇതൊക്കെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നാ വന്നേ? 1951 എസ്റ്റാബ്ലിഷ് ചെയ്തു. അന്ന് ആരായിരുന്നു ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ? KC നിയോഗി. ഡ്യൂറേഷൻ എന്തായിരുന്നു? 52 to 57. അപ്പൊ ചിന്തിക്കും, ഇപ്പൊ ഏതാ പുതിയത് വെച്ചത്? ഇപ്പൊ വെച്ചത് 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. ആരാണ് ചെയർമാൻ? അരവിന്ദ് പണഗറിയ. അരവിന്ദ് പണഗറിയ. അപ്പൊ ഡ്യൂറേഷൻ ചോദിച്ചാലോ? ഇതിന്റെ കാലാവധി പറയുമ്പോൾ വേണമെങ്കിൽ പറയാം 2026 to 31. ബട്ട് ഇത് ഏതാ വർഷം? ഇത് 2025 അപ്പൊ ഇത് ഏത് ഫിനാൻസ് കമ്മീഷൻ്റെ അകത്തായിരിക്കും വരുന്നത്? 15th ആയിരിക്കണം. അതിന്റെ ചെയർമാൻ ആരാ? NK സിംഗ്. ഇതിൽ ഏതായിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്? വി ഡോണ്ട് നോ. അപ്പൊ നമ്മൾ മാക്സിമം ഈസി, മീഡിയം, ടഫ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു വെക്കുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ബിക്കോസ് വെൻ യു ആർ റൈറ്റിംഗ് മെയിൻസ് എക്സാം, നമ്മൾ പ്രിലിംസ് വെറും പാസ്സാവാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത് അല്ലേ? വി നീഡ് എ ജോബ്. അപ്പൊ പ്രിലിംസ് പാസ്സായി അതേ ടോപ്പിക്കിന്റെ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് മെയിൻസ് ചോദിക്കും. ക്ലിയർ? അപ്പൊ മിക്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാ 1 തെറ്റ്? ആർട്ടിക്കിൾ 281 ഡീൽസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. ഇറ്റ്സ് നോട്ട് 280. നോക്കണേ, ടോപ്പിക്സ് നോക്കണേ, ഏതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ഇനി എക്സ്ട്രാ പഠിക്കണമെന്നുണ്ട്, അതൊക്കെ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംഭവം. അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഓക്കെ compulsory provisions of 73rd Constitutional Amendment Act. നമ്മൾ എപ്പോഴും പഠിച്ചു കാണും 73rd Constitutional Amendment Act is related to what? അത് പഞ്ചായത്താണ്. അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല അല്ലേ സംഭവം. ഓക്കെ, 1992 അത് വന്നു, ശരിയാണ്. ഏത് ഷെഡ്യൂളാണ്? അത് 11th ഷെഡ്യൂളാണ്. അതൊക്കെ പോട്ടെ, നമുക്കത് ആവശ്യമില്ല. കുറച്ചും കൂടെ ഒന്ന് നോക്കിയേ, കമ്പൽസറി പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, പ്രൊവൈഡിങ് റിസർവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. അതൊരു കമ്പൽസറി പ്രൊവിഷൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 73rd പ്രൊവിഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡിങ് റിസർവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ് കമ്പൽസറി ആണോ? അല്ല. അപ്പൊ 1 തെറ്റാണ്. ശരി, എ മിനിമം ഏജ് ഓഫ് 21 years is required to run for election to the പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണ് അല്ലേ? ഒരു മെമ്പർ ആവണമെങ്കിൽ മിനിമം പ്രായം എത്ര വേണം? 21 വേണം. അതുകൊണ്ടല്ലേ ആര്യ രാജേന്ദ്രൻ 21 വയസ്സിൽ എന്തായി? മേയർ ആയത്. അങ്ങനെ ആവണമെങ്കിൽ മെമ്പർ ആവണം. അപ്പൊ 21 വയസ്സ് വേണം. അതൊരു കമ്പൽസറി പ്രൊവിഷൻ ആണ്. അടുത്ത നോക്കാം. സെറ്റിംഗ് അപ്പ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് എവറി 5 years. ഇതും ശരിയാണ്. ബിക്കോസ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പഞ്ചായത്ത്.
സെന്റർ ആർക്ക് കാശ് കൊടുത്തു? സ്റ്റേറ്റിന് കൊടുത്തു. പഞ്ചായത്തിന് ആരെങ്കിലും കാശ് കൊടുക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടി ഏത് കമ്മീഷൻ വരാം? ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യണം. അപ്പൊ നോക്കിയേ, 2ഉം 3ഉം ശരിയാണ്. ഇത് ശരിക്കും കൺഫ്യൂഷൻ അല്ലേ? അറിയാത്ത ആൾക്കാർ എന്ത് കുത്തും? 1, 2 and 3 കുത്തും. ബട്ട് പ്രൊവൈഡിങ് റിസർവേഷൻ ഫോർ എ ബാക്ക്വേർഡ് ക്ലാസ് ഇറ്റ്സ് നോട്ട് എ കമ്പൽസറി പ്രൊവിഷൻ. അത് വോളണ്ടറി ആണ്, അത് കമ്പൽസറി അല്ല. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരണ്ടേ? ബി ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ ബി ആൻസർ 2 and 3 കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? കണ്ടോ, 2 and 3. അപ്പൊ എന്താണ് റീസൺ ഞാൻ പറഞ്ഞത്? പ്രൊവൈഡിങ് റിസർവേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഇസ് എ വോളണ്ടറി പ്രൊവിഷൻ. അപ്പൊ സീ ദ വേർഡ്സ്, അതായിരിക്കും കൺഫ്യൂഷൻ ആവാൻ വരാൻ പോകുന്നത്. ആ വേർഡ്സ് ശ്രദ്ധിക്കണം, അല്ല സ്റ്റേറ്റ്മെന്റ് ഫുള്ള് വായിക്കണേ. ഇഫ് യു നോ ദ ക്വസ്റ്റ്യൻ, ശരിക്കും 1 or 2 വട്ടം എക്സ്ട്രാ നന്നായിട്ട് വായിക്കണം. ഇഫ് യു ഡോണ്ട് നോ ദ ക്വസ്റ്റ്യൻ, കുഴപ്പമില്ലല്ലോ, ഓൾറെഡി അത് അറിയത്തില്ല. അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടിയല്ലോ, ഫൈൻ. അടുത്ത നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അങ്ങനെ മാത്രമേ ഉള്ളേ. ജെനസിസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, കണ്ടോ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ലൈസ് ഇൻ ദ റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്തിനു വേണ്ടിയായിരുന്നു? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ജെനസിസ് തന്നെ എന്തായിരിക്കും? റിഗാർഡിംഗ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ ആദ്യം പഠിക്കേണ്ട എന്ത് കമ്മീഷനാണ്? സർക്കാരിയ കമ്മീഷൻ, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു സെൻട്രൽ സ്റ്റേറ്റ്. അപ്പൊ ജെനസിസ് ഓഫ് ദ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ലൈസ് ഇൻ ദ റെക്കമെൻഡേഷൻസ് ഓഫ് സർക്കാരിയ കമ്മീഷൻ. അത് ശരിയാണ്. നിങ്ങളുടെ ടോപ്പിക് തന്നെ കണ്ടോ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അപ്പൊ അവിടെ നിന്നുള്ള മൾട്ടിപ്പിൾ ടോപ്പിക്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. എങ്ങനെയൊക്കെ ചോദിക്കാം? അവിടെ സർക്കാരിയ വരാം, അവിടെ ഫിനാൻസ് വരാം, അവിടെ പഞ്ചായത്ത് വരാം. ക്ലിയർ? അടുത്ത നോക്കാം. ദ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്തുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത്? ആസ് എ റോബസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ടിംഗ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ശരിയല്ലേ? വാട്ട് യു മീൻ ബൈ ഫെഡറൽ? കുറച്ച് കാര്യം നിങ്ങൾ നോക്ക്, കുറച്ച് കാര്യം ഞാൻ നോക്കാം. അതല്ലേ സെപ്പറേഷൻ ഓഫ് പവർ എന്നൊക്കെ പറയുന്നത്? അപ്പൊ അതിന്റെ ബേസിക് മീനിങ് ആണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ ദ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു സെർവ് ആസ് എ റോബസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ടിംഗ് വാട്ട്? കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ എന്താ ചോദ്യം? കറക്റ്റ് എന്നല്ല ചോദ്യം. അപ്പൊ മിക്കവാറും ബോത്ത് 1 and 2 ആണ് വരേണ്ടത്. ഇവിടെ ഒരു വാക്കില്ലേ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം. നിങ്ങൾ നീതി ആയോഗ് എന്ന് പറഞ്ഞു കേൾക്കും, അവിടെയും വരുന്നുണ്ട്. സെന്ററും സ്റ്റേറ്റും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കൺട്രിക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ, അവിടെയും കേൾക്കാം നിങ്ങൾ. അപ്പൊ ആൻസർ എന്താ വരേണ്ടത് അല്ലേ? സി ബോത്ത് 1 and 2. അപ്പൊ ഡൗട്ട് വരും, ഏത് ആർട്ടിക്കിൾ ആണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ? ആർട്ടിക്കിൾ 263 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ. കണ്ടോ, ഡീറ്റെയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഓൾറെഡി ആർട്ടിക്കിൾസ് ആയി, അതിന്റെ ബേസിക് മീനിങ് ആയി, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ അങ്ങനെയായിരിക്കും പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ഡീപ്പായിട്ട്. ക്ലിയർ? അപ്പൊ ആൻസർ ബോത്ത് ആർ ട്രൂ. ഏത് ആർട്ടിക്കിൾ ആണ്? 263. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 243H. ഇതൊക്കെ ഇച്ചിരി ടഫാണ്, ബട്ട് ഓൾറെഡി നമ്മൾ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലോ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ്, ബിക്കോസ് ഇത് മെയിൻസ് റിലേറ്റഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 243 കാണുമ്പോൾ തന്നെ മനസ്സിലായി സംതിങ് റിഗാർഡിംഗ് പഞ്ചായത്താണ് അല്ലെ? അതിന്റെ ABCDEFGH പോകേണ്ടത്. സംടൈംസ് ഇൻ എക്സാം ചോദിക്കുന്ന ചോദ്യം കണ്ടോടെ, 243H ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻടൈറ്റിൽസ് ദ പഞ്ചായത്ത് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ്. ഈ തന്നിരിക്കുന്ന പ്രൊവിഷൻസ് ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് 243H. അപ്പൊ ഇവിടെ നന്നായിട്ട് പഠിക്കേണ്ടി വരും. വെറുതെ പ്രിലിംസിൽ ടിക്ക് ചെയ്യുന്ന പോലെ കാര്യം നടക്കത്തില്ല. ഇവിടെ ഡെപ്ത് ആയിട്ട് പഠിച്ചേ പറ്റൂ. അപ്പൊ ഇതുപോലെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് പ്രൊവിഷൻസ് നോക്കാം. ബജറ്ററി അലോക്കേഷൻ ഫ്രം സ്റ്റേറ്റ് റവന്യൂ, ഷെയർ ഓഫ് റവന്യൂ ഓഫ് സർട്ടൻ ടാക്സസ്, കളക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് റവന്യൂ. അപ്പൊ എല്ലാം എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? കാശിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ 243H വരുന്നുണ്ടോ? നമുക്കിപ്പോൾ അറിയത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ ആൻസർ എല്ലാം ആയിരിക്കും, അല്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. അങ്ങനെയും കട്ട് ചെയ്യാലോടാ നമുക്ക്. ബിക്കോസ് എന്തിനെ പറ്റിയാ പറയുന്നത്? ഒന്ന് സ്റ്റേറ്റ് റവന്യൂ, ബജറ്ററി അലോക്കേഷൻ, അവിടുന്നോ സർട്ടൻ ടാക്സസ്, അതിന്നോ കളക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് റവന്യൂ ഇറ്റ് റേസസ്. എല്ലാം ശരിയാണ്. ബട്ട് ഇവിടെ ഒന്ന് ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടി വരും. ബിക്കോസ് സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ആവാം, ചിലപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ 5 ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇനി നോക്കണേ, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ബട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, എന്താണ്? നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത കുട്ടികൾ പെട്ടുപോകും. ഞാനിവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഇപ്പൊ കണ്ടോ, 1, 2, 3 എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്തിരിക്കുന്നത്. ഇതല്ല എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ്. എല്ലാം നോക്കും,
അവസാനം ഇത് നോക്കത്തില്ല. ട്രൂ ആണെങ്കിൽ എല്ലാം ശരിയാണ്. ഇവിടെ നോട്ട് ട്രൂ ആ ചോദിച്ചിരിക്കുന്നത്, ഇതെല്ലാം ശരിയല്ലേ? അപ്പൊ നോക്കിയേ, ഐ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്, ഇതാണോ വരണ്ടേ അതോ ഇതാണോ വരണ്ടേ? ഇതാണ് അവസാനം നിങ്ങൾ നോക്കണ്ടേ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ എന്താ വരേണ്ടത്? സംഭവം ഇതല്ലേ വരണ്ടേ? ആൻസർ ഡി ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം. നൺ, ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കണേ, വൺസ് ക്വസ്റ്റ്യൻസ് ആർ ടഫ്, ഓൾറെഡി ആ ക്വസ്റ്റ്യൻ ടഫ് ആണ്, അതെങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തു എന്ന് വെച്ചോ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നോട്ട് ട്രൂ എന്നാ ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ട്രൂ, ദിസ് ഈസ് ട്രൂ, ദിസ് ഈസ് ട്രൂ. അപ്പോൾ ഇത് നോട്ട് ട്രൂ ഏതാ? ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഓൾ ആർ ട്രൂ. ഓക്കെ, എക്സ്പെക്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ഫൈൻ, അടുത്ത നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം അല്ലേ? കുറച്ചു കാലം കഴിയുമ്പോൾ, ഇപ്പൊ സപ്പോസ് കാക്കനാട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിലാണെന്ന് വെച്ചോ, ചിലപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ ഇത് വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിലോട്ട് പോകും. അതിനാണ് ബേസിക് മീനിങ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ബീൻ സെറ്റ് അപ്പ് 4 times ഇതുവരെ, 1952, 1963, 1973 and 2002. ശരിയാണോ തെറ്റാണോ? ഇവിടെ നമുക്കൊന്ന് പഠിക്കേണ്ടി വരും. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ബീൻ സെറ്റ് അപ്പ് ഹൗ മെനി ടൈംസ് ഇതുവരെ? 4 times, 52, 63, 73 and 2002. അടുത്ത ഇത് ശ്രദ്ധിക്കേണ്ട ഇതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ദാറ്റ് ദി കമ്മീഷൻസ് ഓർഡേഴ്സ് ആർ ഫൈനൽ. ആ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചോ, ഞാൻ കേസുമായിട്ട് കോടതിയിൽ പോവാലോ. അപ്പൊ ഇത് വെച്ച് എനിക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ആൻഡ് cannot be questioned before any court. അപ്പോൾ the constitution mandates that the commission's orders are final and cannot be questioned before any court. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ആൻസർ എന്താ വരണ്ടേ? കേട്ടോ, സി അല്ലേ വരണ്ടേ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ശരിയാണോ? നമുക്ക് നോക്കാം. കണ്ടോ, ബോത്ത് 1 and 2 ആർ correct. What do you mean by delimitation commission? It means that the act or process of fixing limits or boundaries. See the words. എന്താണ് ഇതൊരു ആക്ട് ഓർ പ്രോസസ് ആണ്. എന്താണ്? ഫിക്സിംഗ് ലിമിറ്റ്സ് ഓർ ബൗണ്ടറീസ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ എ കൺട്രി ടു റിപ്രസെന്റ് ചേഞ്ചസ് ഇൻ ദ പോപ്പുലേഷൻ. അപ്പൊ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ടറീസ് മാറ്റാം. അതിനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എത്ര വട്ടം വന്നിട്ടുണ്ട്? 4 വട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ അല്ലേ? വൺസ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കോടതി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഡിസിഷൻ ഈസ് ഫൈനൽ. ഓക്കെ, അപ്പൊ സി ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അടുത്ത നോക്കാം. വീണ്ടും വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ റിഗാർഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അഗെയിൻ സംതിങ് റിഗാർഡിംഗ് സെൻട്രൽ സ്റ്റേറ്റിനകത്ത് വരും. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ് എന്നാണ്. ഞാൻ ആദ്യം അത് സെറ്റ് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ പഠിക്കാൻ സുഖമല്ലേ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന്. ദ റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 19 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പൊതുവെ നമ്മൾ ആർട്ടിക്കിൾ 19 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? റൈറ്റ് ടു ഫ്രീഡം അല്ലേ? അപ്പൊ എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന്. എന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ ഉണ്ടോ? ഉണ്ട്. അത് ശരിയാണ്. എന്നാൽ പണ്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് പിന്നെയാണ് വന്നത്. ഈ പിന്നെയാണ് വന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഒരു അമെൻമെന്റ് വഴിയല്ലേ വരത്തുള്ളൂ. അത് ഏത് അമെൻമെന്റ് ആണെന്ന് ചോദിച്ചാൽ 97th അമെൻമെന്റ് ആക്ട് ഓഫ് 2011 അന്നാണ് ഇത് ആഡ് ചെയ്തത് 19ൽ. ക്ലിയർ? അപ്പോൾ ദ റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഒരു കാര്യം ഉറപ്പല്ലേ? ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, അത് സി ആണ്. അപ്പൊ അതിൽ വന്നു എന്ന് വിചാരിച്ചാൽ മതി. ബൈ വിച്ച് അമെൻമെന്റ്? 97th അമെൻമെന്റ് ആക്ട് ഓഫ് 2011. ക്ലിയർ? അടുത്ത പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 43B. 43 ഒക്കെയാ പറയുന്നത് അല്ലേ? അതെന്താണ്? അത് DPSP ആണ് സംഭവം. അപ്പോൾ അതും വന്നിട്ടുണ്ടോ? അതും വന്നിട്ടുണ്ട്. ശരിയാണ്. ക്ലിയർ? അതും ഏതിലായിരിക്കും? മിക്കവാറും 97ലായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്. അടുത്ത നോക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇച്ചിരി ട്രിക്കിയാണ്. ഇറ്റ് ഈസ്
ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവർ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താ വരണ്ടേ? കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? എ 1 and 2 ഓൺലി. ഇത് മാറ്റമൊക്കെ വരാം കേട്ടോ, ബിക്കോസ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. വി ഡോണ്ട് നോ. ഫോർ ദ ടൈം ബീങ് 1 is true, 2 is true. അത് ശരിയാണോ? നമുക്ക് നോക്കാം. ശരിയാണ്. കോപ്പറേറ്റീവ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? നെക്സ്റ്റ് നമ്മുടെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ അകത്ത് ഇത് കഴിഞ്ഞിട്ട് അമെൻമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരും, പ്ലസ് എമർജൻസി വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണല്ലോ ലേറ്റസ്റ്റ് അമെൻമെന്റ് അല്ലേ? 106th അമെൻമെന്റ് ആണ് ഏറ്റവും പുതിയ അമെൻമെന്റ്. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇത് മുമ്പേ ഞാനൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്ര ടൈപ്പ് ഓഫ് അമെൻമെന്റ്സ് ഉണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ആൻസർ എത്രയാ? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? 3 types of amendments are there. Clear? But ഏത് ആർട്ടിക്കിൾ ആണ് അമെൻമെന്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ അത് ആർട്ടിക്കിൾ 368 വഴിയാണ് അമെൻഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 368 വഴി എത്ര രീതിയിൽ അമെൻമെന്റ് ചെയ്യാം അത് രണ്ടാണ്. ഇത് പണ്ട് എക്സാമിൽ ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഹൗ മെനി ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് ആർ ദർ? 3 types of amendments are there. ബട്ട് അണ്ടർ ആർട്ടിക്കിൾ 368 എത്ര രീതിയിൽ അമെൻഡ് ചെയ്യാം? അത് 2 രീതിയിലേ ചെയ്യാൻ പറ്റൂ. അത് ആ 2 രീതി ഏതാവാനാ ചാൻസ്? ഒന്ന് ഡയറക്റ്റ് 2/3 മെജോറിറ്റി ആയിരിക്കും അല്ലേ? മറ്റേത് എന്താവാനാ ചാൻസ് ഉള്ളത്? 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കുകയും വേണം, പ്ലസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് അത് പാസ്സാക്കുകയും വേണം. അപ്പൊ സിമ്പിൾ മെജോറിറ്റിയും വരുന്നുണ്ട്. ബട്ട് അത് ആർട്ടിക്കിൾ 368 വരുമോ? ഇല്ല. അപ്പൊ ആദ്യം ബേസിക്സ് നന്നായിട്ട് പഠിച്ചു വെക്കണം, എന്നിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിലോട്ട് പോവാടാ. ഇത് ശരിക്കും കറണ്ട് അഫയേഴ്സ് അല്ലേ? പ്ലസ് അമെൻമെന്റുമായി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് 106th അമെൻമെന്റ് ആക്ട്. അതിന്റെ അർത്ഥം തന്നെ എന്താ? വുമൻ റിസർവേഷൻ ബിൽ അല്ലെ? 1/3 സീറ്റ്സ് വുമൻസിന് വേണ്ടി മാറ്റി വെക്കണം. അത് ബേസ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ടു റിസർവ് 1/3 ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഓൺലി. അപ്പോൾ റിസർവ് സീറ്റ്സ് ഓൺലി ഫോർ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. അത് ശരിയാണോ? ഇത് തെറ്റാണ്. എന്തുകൊണ്ടാ? ടു റിസർവ് 1/3 ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഇൻ ലോക്സഭ, സ്റ്റേറ്റ് അസംബ്ലി ആൻഡ് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾസോ. അതും വരുന്നുണ്ട്. ഡൽഹിയുടെ അവിടെയും 1/3 സീറ്റ്സ് മാറ്റി വെക്കണം. ഇവിടെ പ്രശ്നം കണ്ടോ? ഇതാണ് ഓൺലി. ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് പിന്നെയും പറയായിരുന്നു കുഴപ്പമില്ല എന്ന്. ബട്ട് ഓൺലി എന്ന് പറയുമ്പോൾ ഇതങ്ങ് പോവും. അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ 1/3 സീറ്റ്സ് എവിടെയൊക്കെയാണ്? ലോക്സഭ, ദെൻ സ്റ്റേറ്റ് അസംബ്ലീസ്, ദെൻ ഡൽഹി അസംബ്ലി ഓൾസോ. ബസ് ഡൽഹി ഒരു സ്റ്റേറ്റ് ആണോ? അല്ല, അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്. ദാറ്റ്സ് ദ റീസൺ വൈ ദിസ് ഈസ് റോങ്. അടുത്ത, ഇറ്റ് അമെൻഡഡ് ആർട്ടിക്കിൾ 239AA, ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾ 330A, 332A ആൻഡ് 334A. ഇത് വായിക്കാതെ ഒരു പിടുത്തവും കിട്ടാൻ പോകുന്നില്ല. ഇതൊന്നും ആരും പഠിക്കത്ത് പോലുമില്ല അല്ലേ? ബട്ട് മെയിൻസിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് പോയി ചെക്ക് ചെയ്യണേ, ഇതൊക്കെ ഉണ്ടോ എന്ന്. ഇതുണ്ട്. ഫോർ ദ ടൈം ബീങ് ഓർത്ത് വെച്ചു. അല്ലാതെ ഇവിടെ മാത്രം പഠിത്തം നിർത്തി വെക്കരുത്. മെയിൻസ് ആകുമ്പോൾ ഇതുപോലൊക്കെ സാധനങ്ങൾ കയറി വരും. അടുത്ത് നോക്കാം. ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര കാലാവധി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് വാലിഡ് ഫോർ 15 years. ഇത് വന്നോ? ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോ സെൻസസ് വരും, അത് കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വൺസ് ഇറ്റ് കംസ് ഇൻ ടു എഫക്ട് ഇറ്റ് വിൽ ബി വാലിഡ് ഫോർ 15 years. അത് ശരിയാണ്. 15 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നീട്ടിക്കൊടുക്കാവോ? എന്തായാലും കൊടുക്കും, അത് ഉറപ്പാണ് അല്ലേ? പാർലമെന്റ് അത് പാസ്സാക്കുമായിരിക്കും. ബട്ട് ഇപ്പൊ കാലാവധി എത്രയാണ്? 15 years. എന്താ ചോദ്യം? വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാ ചോദ്യം അല്ലേ? 1 തെറ്റാണ്, 2ഉം 3ഉം ശരിയാണ്. അപ്പൊ